ദിവസം അനുമോളുടെ വിവാഹം കെങ്കേമമായി നടന്നത് എല്ലാവർക്കും അറിയാമല്ലോ. അതേക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട എന്ന് വിചാരിച്ച് ഇരുന്നപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ കഴിഞ്ഞ ദിവസം ഒരാളുടെ വീഡിയോ കണ്ടത്. അത്യാവശ്യം പ്രായവും പക്വതയ്ക്കുള്ള ഒരു മനുഷ്യനാണ്. എന്തിനാണ് ഞാനിപ്പോൾ പ്രായത്തെയും പക്വതയും പറഞ്ഞതെന്ന് വെച്ചാൽ അയാൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ അനുമോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ തൻ്റെ ഫാമിലി പിക്ചറും കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പിക്ചർ ഞാൻ ഇവിടെ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തേക്കാമേ. സാധാരണ ഏതൊരു ഫാമിലിയിലെയും കേരളത്തിലെ, അതായത് മലയാളി കുടുംബങ്ങളിൽ ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ എടുക്കുന്ന ഒരു നോർമൽ ഫാമിലി പിക്ക് പോലെ അച്ഛൻ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്, ബാക്കി മക്കളും മരുമക്കളും കൊച്ചുമകനും ഒക്കെ ആയിട്ട് പുറകിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ഇരിക്കുമ്പോൾ പൊസിഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് അനുമോളുടെ അച്ഛൻ ഇരിക്കുന്ന കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പറയാ, ആ ഇരുത്ത കണ്ടിട്ട് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അതായത് ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു ലക്ഷണം പോലെ തോന്നുന്നില്ലേ എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത്യാവശ്യം പ്രായവും പക്വതയൊക്കെയുള്ള ഒരു മനുഷ്യനാണെന്ന്. അയാളുടെ വായിൽ നിന്നാണ് ഇതുപോലെ പക്വതയില്ലാത്ത സംസാരം, അതായത് യാതൊരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത രീതിയിൽ ഇയാൾ സംസാരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ മറ്റൊരു വീഡിയോ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു അനുമോൾ മറ്റേതിനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതിന് റിപ്ലൈ കൊടുത്തു. അതിൻ്റെയും താഴെ അനുമോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തനിക്ക് വല്ല ജോലിയും ചെയ്ത് ജീവിച്ചൂടെ എന്ന്. അപ്പം അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, പുള്ളിയെ പറഞ്ഞത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇന്ന് കണ്ട വീഡിയോയിൽ പുള്ളിയുടെ പഠിത്തത്തെക്കുറിച്ചും പുള്ളിയുടെ വൈഫിൻ്റെ ജോലിയെക്കുറിച്ചും പുള്ളിയുടെ ജോലിയെക്കുറിച്ചും ഒക്കെ നിർഗളം സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം തോന്നി. അത്രമാത്രം എഡ്യൂക്കേഷനും ജോലി സംബന്ധമായിട്ട് എക്സ്പീരിയൻസും ഒക്കെയുള്ള ഒരു മനുഷ്യൻ ഇത്രമാത്രം ഇടുങ്ങിയ രീതിയിൽ ചിന്തിക്കുന്നതാണോ? അതോ ഇപ്പോൾ കുറേ പുരുഷന്മാർ ഇറങ്ങിയിട്ടുണ്ട് സ്ത്രീകളുടെ സംവരണത്തിന് വേണ്ടി, അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അങ്ങോട്ട് പ്രവർത്തിക്കും. എവിടെയാണെന്നറിയാമോ? സോഷ്യൽ മീഡിയയിൽ, അവനവൻ്റെ ഇൻസ്റ്റഗ്രാമിൽ. അവിടെ വന്നിരുന്ന് ഇങ്ങനെ പൂത്തൊലഞ്ഞങ്ങോട്ട് തളിർക്കാൻ തുടങ്ങും ഇവർ. അതായത് സ്ത്രീകൾ ചെറിയ വസ്ത്രം ധരിച്ചാൽ എന്താ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമല്ലേ, സ്ത്രീകൾക്ക് എന്തും വേണം, പുരുഷന്മാർക്കാണ് ഇവിടെ ഒന്നും വേണ്ടാത്തത്. ഇവരുടെ അവകാശം കൂടെ മറ്റവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന കുറച്ച് പുരുഷന്മാർ. ഇവരുടെ യുദ്ധം നടക്കുന്നത് ഈ ഇൻസ്റ്റഗ്രാമിലാണെന്ന് മാത്രം. പുറത്തിറങ്ങിയ വാ തുറന്ന് ഒരു കാര്യം പോലും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാനോ പ്രവർത്തിക്കാനോ ഇവർ നിന്നു എന്ന് വരത്തില്ല. മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ ഒരു പ്രതിച്ഛായ സൂക്ഷിക്കാനാണെന്നും തോന്നുന്നു. പുള്ളിക്കാരൻ ഈ ഫാമിലി ഫോട്ടോ കണ്ടിട്ട് പറയുകയാണ്, ഇതൊരു പുരുഷ മേധാവിത്വം പോലെയില്ലേ. അതായത് എന്തിനാ അനുമോളുടെ അച്ഛൻ ഇങ്ങനെ കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കുന്നു, ബാക്കി എല്ലാവരും ഇങ്ങനെ പ്രജകളെ കണക്ക് നിൽക്കുന്നു. എടോ, സാധാരണ ഒരു ഫാമിലി വിവാഹം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പിതാവിന് ഒരു സ്ഥാനമുണ്ട്, ഗൃഹനാഥൻ. റേഷൻ കാർഡിൽ അതായത് ഗൃഹനാഥൻ എന്നൊരു സ്ഥാനം ഗൃഹനാഥയിലേക്ക് മാറ്റിയിട്ട് തന്നെ കുറച്ച് നാളുകളെ ആയിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ്. 100% കാത്തു സൂക്ഷിക്കുന്നില്ല എങ്കിലും ഒരു വിവാഹം നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ് സമയത്തോ മാമോദീസ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷപ്പെട്ട സമയങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിലെ കാർന്നവർക്ക് ഒരു പ്രത്യേക സ്ഥാനം കൊടുക്കും. അങ്ങനെയാണ് ഒരു നാട്ടു നടപ്പ്. അപ്പോൾ ഈ പറഞ്ഞ പുള്ളിയുടെ നാട്ടിലോ വീട്ടിലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഉദാഹരണത്തിന് ഒരു വിവാഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും മംഗളകർമ്മങ്ങളോ ഒക്കെ നടക്കുമ്പോൾ ഈ അനുവിൻ്റെ ഫോട്ടോയിൽ അച്ഛനെ ഫ്രണ്ടിൽ ഇരുത്തിയേക്കുന്നതിന് പകരമായിട്ട് ആ വ്യക്തി ഇവർ പുറകിൽ നിർത്തിയിട്ട് മറ്റുള്ളവരെ പിടിച്ച് മുന്നിൽ നിർത്തും. അങ്ങനെയാണോ ചെയ്യുന്നത്? അതൊരു സ്ഥാനം കൊടുക്കുക എന്ന് പറയും. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. മനസ്സിലായില്ലേ? അല്ലാതെ അദ്ദേഹം എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ളതൊന്നുമില്ല. ഇദ്ദേഹം അനുമോൾക്കെതിരെ പറഞ്ഞ ആ വീഡിയോയിൽ, ആദ്യത്തെ വീഡിയോയിൽ പ്രതിധ്വനിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അതായത് എന്തിനാണ് അച്ഛൻ ആ സ്ഥാനം കൊടുത്തിരിക്കുന്നത്, അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ചോദ്യമാണ്. അത് തന്നെ ഞങ്ങൾ ചോദിക്കുന്നു. നിങ്ങളുടെ വീട്ടിലൊരു ചടങ്ങ് നടന്നു കഴിഞ്ഞാൽ അച്ഛന് യാതൊരു സ്ഥാനവും കൊടുക്കത്തില്ലേ? അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് പോലെ സ്ത്രീജനങ്ങൾക്ക് വനിതാ സംവരണത്തിൻ്റെ ആളാണ്, നേതാവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീയെ മുന്നിലിരുത്തിയിട്ട് നിങ്ങൾ പുരുഷന്മാരെല്ലാം കൂടെ പുറകിൽ ഇങ്ങനെ നിൽക്കുമോ? ഒരു സ്ഥാനവും കാരണവന്മാർക്ക് കൊടുക്കത്തില്ലേ? ഇനി ആ ഫോട്ടോയെ കുറിച്ചാണ് പറയാനുള്ളത്. നമ്മുടെയൊക്കെ വീട്ടിൽ ആ പ്രായത്തിലുള്ള കാരണവന്മാരുണ്ട്. നമ്മുടെ പപ്പയാണെങ്കിലും ഇനി ഫാദർ ഇൻ ലോസ് ആണെങ്കിലും അല്ലേ, അവർക്കൊക്കെ ഈ പ്രായത്തിൽ അനുമോളുടെ അച്ഛൻ്റെ പ്രായത്തിലുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മുട്ടുവേദനയും സന്ധിവേദനയും ഒക്കെ ഉണ്ടായിരിക്കും. ഈ പറയുന്ന മഹത് വ്യക്തിയുടെ നാട്ടിൽ റോബോട്ടുകളായിരിക്കില്ല, മനുഷ്യന്മാരൊന്നും ആയിരിക്കത്തില്ല. അതോ കാലിൻ്റെ മുട്ടിലൊക്കെ ഉരുക്കായിരിക്കും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്, വാട്ട് എവർ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള പ്രായമുള്ള ആളുകൾ, അത് അവരുടെ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച, ഇനി അതൊന്നും ഇവിടെ ബാധകമല്ല. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ മുട്ടുവേദന എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ തേയ്മാനം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പ്രായം നോക്കിയിട്ടല്ല ഇതുങ്ങളൊക്കെ കയറി വരുന്നത്. ഈ അസുഖങ്ങളും വാർദ്ധക്യ സഹജമായ രോഗങ്ങളൊക്കെ ഇപ്പോൾ ചെറുപ്പക്കാർക്കിടയിലും സർവ്വസാധാരണമാണ്. അപ്പം അതിനൊന്നും ഇങ്ങനെ കാലഘട്ടങ്ങൾ വെച്ച് പ്രവചിച്ചോ അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്തോ അല്ലെങ്കിൽ മറ്റൊരാളെ ജഡ്ജ് ചെയ്യാനോ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ കാലിൻ്റെ വേദന ഉണ്ടാവും, നടുവിൻ്റെ വേദന, അവരൊന്ന് കുനിഞ്ഞു കഴിഞ്ഞാൽ നിവരാനൊക്കെ അവർക്ക് ഭയങ്കര പാടായിരിക്കും. അതുപോലെ തന്നെ കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വയ്ക്കാൻ അവർക്ക് സാധിച്ചു എന്ന് വരില്ല. ആ ഫോട്ടോ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നെ കേൾക്കുന്ന ആളുകളാണെങ്കിലും ആ അച്ഛൻ വളരെ
അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്. ആ പൊസിഷൻ തന്നെ ഭയങ്കര റോങ് ആയിട്ടൊരു പൊസിഷനാണ്. അത് പെർഫെക്റ്റ് ആയിട്ട് കാലിൻ്റെ മുകളിൽ കാല് കയറ്റി ഇങ്ങനെ ഛത്രപതി ശിവാജി ഇരിക്കുന്ന രീതിയിലല്ല അദ്ദേഹം ഇരിക്കുന്നത്. വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് രണ്ട് കാലുകൾക്കും ഒരു പ്രശ്നമൊന്നും പറ്റാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ നമ്മുടെയൊക്കെ ഫാമിലി ഫോട്ടോയിലാണെങ്കിലും ഒക്കെ ഇതുപോലെ ഒരു പൊസിഷൻ അച്ഛന്മാർ കല്യാണത്തിനാണെങ്കിലും ഉപയോഗിക്കാറുണ്ട്. ആ രീതിയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് ഒരു കാലിങ്ങനെ ചരിച്ച് നിവർത്തി വെച്ചിരിക്കുന്നു, അതിൻ്റെ മുകളിൽ കഷ്ടപ്പെട്ട് മറ്റേ കാലിങ്ങനെ മടക്കി വെച്ചിരിക്കുന്നു. അതായത് വീഡിയോഗ്രാഫറിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം അങ്ങനെ ഇരുന്നത്. കാരണം നമ്മളൊരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ, അതായത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയാണ്, വിവാഹമാണ്, അല്ലെങ്കിൽ അതുപോലൊരു മംഗളകർമ്മമാണ് നടക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് ആ ഫോട്ടോഗ്രാഫർ പറയുന്ന ഡിറക്ഷൻസിനനുസരിച്ചായിരിക്കും നമ്മളിരിക്കുന്നത്. ഇവരുടെ വീട്ടിൽ ഫോട്ടോഗ്രാഫർ പറയുമ്പോൾ നേരെ ഇരിക്കാൻ പറയുമ്പോൾ ഇവരെല്ലാവരും കൂടെ തിരിഞ്ഞിരിക്കും. അല്ലെങ്കിൽ അച്ഛൻ ആദ്യം മുന്നിൽ വന്നിരിക്കാൻ പറയുമ്പോൾ വേറെ സൗകര്യമില്ല, ഏതെങ്കിലും ചേച്ചി വന്ന് മുന്നിലിരിക്കട്ടെ, ബാക്കി ഞങ്ങളെല്ലാവരും പുറകിൽ ഇങ്ങനെ നിരന്ന് നിന്നോളാം. അപ്പോൾ ഈ ധ്യാൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ പുള്ളിക്ക് ബോധമില്ല, അറിവില്ല. ഞാൻ പുള്ളിയുടെ ഫോട്ടോയോ വീഡിയോ ഒന്നും ഇവിടെ ആഡ് ചെയ്യുന്നില്ല. എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതായത് പുരുഷ മേധാവിത്വം പോലെ പുള്ളിക്ക് തോന്നി. സ്ത്രീകളെ വളരെയധികം ഭയങ്കരമായിട്ട് അംഗീകരിക്കുന്ന, റെസ്പെക്ട് ചെയ്യുന്ന ഒരു പുള്ളിയാണ്. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ ഇൻ ഫ്യൂച്ചർ, അതായത് ഭാര്യയും മക്കളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, അവരുടെയൊക്കെ വിവാഹ സമയത്ത് ഇങ്ങനെയൊന്നും ഇരിക്കരുത്. ഓക്കെ, സ്ത്രീകൾക്കായിരിക്കണം പരിഗണന. അതായത് വന്ന് കയറുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളെ അതുപോലെ ഇരുത്തുക, മനസ്സിലായില്ലേ? അതൊക്കെയെന്നല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചുമ്മാതെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള കൃത്രിമ മനുഷ്യനെ പിടിച്ച് പുറത്തിടാനുള്ള സ്ഥലമല്ലത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് സ്ത്രീ സംരക്ഷണം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരുപാട് മുന്നോക്കം വേണം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങൾ വേണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക, സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക. കഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി അവളുടെ ഏറ്റവും മംഗളകരമായിട്ടുള്ള ഒരു കർമ്മം നടന്നു കഴിഞ്ഞ് അതിൻ്റെ മെമ്മറി എന്നോണം കുറച്ച് ഫോട്ടോസ് അവളുടെ പേജിൽ, അവൾ കൊണ്ടു നടക്കുന്ന പേജിൽ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ ജഡ്ജ് ചെയ്യാൻ ചെല്ലാതെ, അവളുടെ അച്ഛൻ എങ്ങനെ ഇരിക്കണം, എനിക്ക് തോന്നുന്നു അനുമോൾ നല്ല കൃത്യമായിട്ടുള്ള മറുപടി കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടായിരുന്നു, എൻ്റെ അച്ഛനല്ലേ നിൻ്റെ അച്ഛനല്ലല്ലോ എന്നും. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും മംഗളകർമ്മം നടക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ അവരോട് പോയി പറഞ്ഞാൽ മതി. അപ്പം കിട്ടേണ്ടത് കിട്ടുകയും ചെയ്യും, ഈ ചെറിയ ഞൊളപ്പം അങ്ങോട്ട് മാറി കിട്ടുകയും ചെയ്യും. അല്ലാതെ ഈ പെൺകുട്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഷ്ടപ്പെട്ട് അവൾ അധ്വാനിച്ച് അവൾ വിവാഹം ചെയ്യുന്ന സമയത്ത് അവളുടെ അതിനേക്കാൾ കൂടുതൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, അവൾ ചെറുപ്പം മുതൽ അച്ഛനും അമ്മയും പൊന്നുപോലെ നോക്കുകയാണ്. ആ അച്ഛന് വയ്യാത്ത ഒരു സാഹചര്യം, മീൻസ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പുള്ളി നിസ്സഹായനായി നിന്നപ്പോൾ ഈ പെൺകുട്ടി ആ വീടിൻ്റെ ചുമതല മുഴുവൻ എടുക്കണമെങ്കിൽ ആലോചിക്കണം, ആരോഗ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കുന്നുണ്ടാകാം. പ്രായമുള്ള മാതാപിതാക്കളാണ്, അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ പല രീതിയിൽ അവരെ തളർത്തിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ചെറുപ്പക്കാരിയായ പെൺകുട്ടി ഇത്രയധികം ഉത്തരവാദിത്തങ്ങൾ എന്തിനെടുക്കണം? നമ്മൾ അറിയാത്ത ആളുകളെ, അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ കാണുന്ന ആളുകൾ പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നവർ ശരിക്കും സംസാരിക്കും, പക്ഷേ അവരങ്ങനെ ആയിരിക്കും. നടക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ വീട്ടിൽ ചെന്നിട്ട് തൈലോക്കിട്ട് തടവുന്നുണ്ടാവാം, ചിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഒരു റൂമിനുള്ളിൽ കയറി പൊട്ടിക്കരയുന്നുണ്ടാവും. അപ്പം നമ്മുടെ മുന്നിൽ ചുമ്മാ ഫോട്ടോയിൽ കാണുന്ന ആളുകളെ ജഡ്ജ് ചെയ്യാതിരിക്കുക. അത്യാവശ്യത്തിന് ആരോഗ്യമുള്ള മനുഷ്യനാണല്ലോ അച്ഛൻ, പിന്നെ എന്തിന് അനു അധ്വാനിച്ചു? അത് അനുവിൻ്റെ മാത്രം ജീവിതത്തിൻ്റെ രഹസ്യങ്ങളാണ്, മനസ്സിലായില്ലേ? അതൊരു കുറവായിട്ടല്ല. മാത്രമല്ല അവൾ അച്ഛനെ അമ്മയും പൊന്നുപോലെ നോക്കുന്നു, രാജാവിനെ പോലെ അല്ലെങ്കിൽ പ്രാണനെ പോലെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവളുടെ വിവാഹത്തിൻ്റെ മംഗളകർമ്മത്തിൽ അവളുടെ അച്ഛൻ രാജാവിനെ പോലെ അല്ലാതെ പിന്നെ ആരെ പോലെ ഇരിക്കണം? ഈ ഒരൊറ്റ ഫോട്ടോയെ അയാൾ പബ്ലിക്കായിട്ട് ഇങ്ങനെ വിമർശിക്കാൻ ഉപയോഗിച്ച പദങ്ങളും അയാളുടെ ചിന്താഗതികളും വളരെ റോങ് ആണ് എന്നുള്ളൊരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം അയാളുടെ റിയൽ ലൈഫിൽ ഉറപ്പുണ്ട്, അവരുടെ ഫാമിലി ഫോട്ടോയൊക്കെ എന്തെങ്കിലും മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അച്ഛന് ഇതുപോലൊരു സ്ഥാനം, അത് ഇങ്ങനെ ഇരിക്കുന്നിട്ട് ബാക്കിയുള്ളവർ നിൽക്കുകയല്ലെങ്കിൽ പോലും ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോയുടെ നടുവിൽ, ഒത്ത നടുവിൽ അച്ഛനുണ്ടായിരിക്കും, അല്ലേ? അപ്പം സ്വന്തം കുടുംബത്തിൽ അത് പാലിക്കാൻ പറ്റില്ലെങ്കിൽ മറ്റുള്ളവൻ്റെ കുടുംബത്തിൽ കയറി ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ? കണ്ടവൻ്റെ കുടുംബത്തിൽ കയറി അഭിപ്രായം പറയുന്നത് മാന്യതയുടെ ലക്ഷണമാണോ? അനുമോളെന്ന് ചോദിച്ചാൽ ഇയാൾക്ക് ജോലിയൊന്നുമില്ലെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്ക് കൊണ്ടു. അപ്പം അതാണ്, പുള്ളിയെ പറഞ്ഞ പുള്ളിക്ക് കൊള്ളും. തിരിച്ച് ആ പെൺകുട്ടി അച്ഛനെയാണ് പറഞ്ഞത്, അപ്പോൾ അവൾക്ക് കൊള്ളില്ലേ? പുള്ളിയെ പറഞ്ഞപ്പോൾ തന്നെ കൊണ്ടു. അപ്പം പുള്ളി ഇങ്ങനെ പറയുന്നു, എനിക്ക് ഇത്ര വിദ്യാഭ്യാസമുണ്ട്, വൈഫിന് ഇത്ര വിദ്യാഭ്യാസമുണ്ട്, ഞങ്ങൾക്ക് ഇത്ര ജോലിയുണ്ട്. ആഹാ, അപ്പോൾ എന്നിട്ടാണോ ഈ രീതിയിൽ ചിന്തിച്ചത്? എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനൊരു ഫാമിലി ഫോട്ടോ ഉണ്ടാവും. ഏതൊരു വീട്ടിൽ കയറി ചെന്നാലും ഫ്രണ്ടിൽ, അതായത് ഫ്രണ്ടിൽ കയറി ചെല്ലുന്ന റൂമിൽ ഏതെങ്കിലും ഒരു വിവാഹ ഫോട്ടോ നമ്മൾ കാണാറുണ്ടല്ലേ? ഇതൊന്ന് 80% നമ്മുടെ മലയാളി വീടുകളിൽ ചെല്ലുമ്പോഴും മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിവാഹ ഫോട്ടോ എവിടെ കാണും? അവിടെ അച്ഛനും അമ്മയും ഉണ്ടാവും. ചിലയിടത്ത് ഈ കല്യാണം കഴിഞ്ഞ വധൂവരന്മാരുടെ ഫോട്ടോ ആയിരിക്കും, അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ മറ്റൊരിടത്തുണ്ടാകും. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്. ഇനി അതിനൊക്കെ അപ്പുറത്തേക്ക് അങ്ങനെ ആ അച്ഛന് അവൾ കൊടുക്കുന്ന സ്ഥാനമാണത്. അതാണ് ആ ഫോട്ടോയിൽ നമ്മൾ പ്രതിഫലിച്ച് കണ്ടത്. ഒരു ഫോട്ടോഗ്രാഫറുടെ നിർദ്ദേശത്തിനപ്പുറത്തേക്ക് ആ വീട്ടിൽ ആ പെൺകുട്ടികൾ ആ അച്ഛന് കൊടുക്കുന്ന സ്ഥാനമാണ് കണ്ടത്. നിങ്ങളുടെ വായ്മൊഴിയിൽ നിന്നും നിങ്ങൾ കൊടുക്കുന്ന സ്ഥാനവും നമുക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചിന്താഗതികൾ ഇങ്ങനെ വെട്ടി തുറന്ന്, ചിന്താഗതിയൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് സ്ത്രീ ശാക്തീകരണത്തിന്, അതായത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഘോരം കുരയ്ക്കുന്ന കുറേ പുരുഷന്മാരുണ്ട്.
നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വല്ലതും നേടിയെടുക്ക്, എന്നിട്ടല്ലേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. അച്ഛനൊന്ന് ഇരുന്നു, കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ച് ഇരുന്നു എന്ന് പറഞ്ഞാൽ അത് പുരുഷ മേധാവിത്വത്തിൻ്റെ ലക്ഷണം മാത്രമല്ല, നേരെ മറിച്ച് ആരോഗ്യകരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും എന്ന് ചിന്തിക്കാനുള്ള കരുണ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി നിങ്ങൾക്കില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയോ എന്തോ ഒരു കുറവുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, അതായത് അദ്ദേഹം ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ പുള്ളിയുടെ ജോലി, കൂലി, കാര്യങ്ങൾ, പഠിത്തമൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളി പറയുന്നു, അനുമോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾക്കൊക്കെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകൾക്ക് ജോലിയും കൂലി ഇല്ലാത്തവരാണെന്ന് വിചാരിക്കരുത്, ഞങ്ങൾക്കൊക്കെ ജോലി ഉള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിയുടെ CV മുഴുവൻ പുള്ളി ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് അനുമോളായി പറയുന്നത്, അനുമോൾക്കാണ് ഇവിടെ ജോലി ഇല്ലാത്തത്, അനുമോൾ എന്തെങ്കിലും ജോലിക്ക് പോവുക. അതെന്താ അനുമോൾക്ക് ജോലി ഇല്ലാന്ന് നിങ്ങൾ പറയുന്നത്? അനുമോൾ ചെയ്യുന്നത് ജോലിയല്ലേ? അതായത് അവൾ സ്റ്റാർ മാജിക്കിൽ ചെയ്യുന്നതാണെങ്കിലും അവൾ സീരിയലുകൾ ചെയ്യുന്നതാണെങ്കിലും അതൊരു കലയാണ്. അഭിനയം എന്ന് പറയുന്നത് ഒരു കലയാണ്. അവൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് അതൊരു ജോലിയല്ലേ? നിങ്ങളും യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് ഫേമസ് ആവാൻ വേണ്ടി മാത്രമാണോ? നിങ്ങളും ഡെയിലി വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് എന്ന് കഴിഞ്ഞിട്ട് നോക്കുന്നത് എത്ര ഡോളറായി എന്നറിയാനല്ലേ? അപ്പോൾ ഈ അഭിനയം ഒരു ജോലിയല്ല എങ്കിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നും ജോലിയല്ലേ ചെയ്തത്? അവരെ കാണുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ ചോദിക്കുമോ വല്ല ജോലിക്കും പോകാൻ? കാലിനെ മുട്ടുന്ന പറയ്ക്കുമല്ലേ? അപ്പോൾ പെൺകുട്ടികൾക്ക് നേരെ ഇതുപോലെ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിച്ചിട്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും, അതായത് ഒരു പുരുഷൻ കയറി മുന്നിലിരുന്ന് കഴിഞ്ഞാൽ പുരുഷ മേധാവിത്വമാണെന്നും സ്ത്രീകൾക്ക് അവിടെ മേധാവിത്വം ഇല്ല എന്നും വാദിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സ്ത്രീയോട് റെസ്പെക്റ്റ് ആയിട്ട് ബുദ്ധിപൂർവ്വം എങ്ങനെ സംസാരിക്കണം എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരൊറ്റ വീഡിയോ, അതായത് ഒരൊറ്റ കോണ്ടന്റിൽ 2-3 വീഡിയോ പുള്ളി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, 2 വീഡിയോ 3 വീഡിയോ, ഇതിൽ പുള്ളിയുടെ കോണ്ടന്റ് എന്ന് പറഞ്ഞ ഒന്നാണ് അനുമോൾക്കെതിരെ സംസാരിക്കുക. അതിൽ ആദ്യം പറയുന്നു പുരുഷ മേധാവിത്വം, അതായത് സ്ത്രീകൾക്ക് അവിടെ മേധാവിത്വമില്ല. രണ്ടാമത് സ്ത്രീയോട് പറയുന്നു നീ വല്ല ജോലിക്കും പോകാൻ, നിന്റെ ജോലി ജോലിയല്ല എന്ന്. ഞാൻ വീണ്ടും വേണ്ടി ചോദിക്കുമോ, എന്തെങ്കിലും പ്രഭാസിനെയോ അല്ലെങ്കിൽ യാഷിനെയോ ഒക്കെ കാണുമ്പോൾ വല്ല ജോലിക്കും പോടേ എന്ന് പറയുമോ? പറയാനുള്ള കഴിവില്ലല്ലോ. പിന്നെ നമ്മളൊക്കെ ഈ ഓഫീസുകളിലും പഠിപ്പിക്കാനൊക്കെ പോയി സമ്പാദിക്കുന്നതിൻ്റെ ഇരട്ടി അവൾ സമ്പാദിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് ജോലി ചെയ്തിട്ട് വെറുതെ പോയി ഏതെങ്കിലും ഒരു മരത്തിനെ നോക്കി ചിരിച്ച് കാണിച്ചുകൊണ്ട് നിന്നാൽ നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരുമോ? ഇല്ല. അവളിങ്ങനെ ഏതെങ്കിലും മരത്തിലോ തൂണിലോ പോയി ചിരിച്ചിട്ടാണ് അവൾക്ക് പൈസ കിട്ടുന്നത്? ഒരിക്കലുമല്ല. അവൾ അഹോരാത്രം കഷ്ടപ്പെട്ടിട്ട് തന്നെ. ആ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റോറി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നാളെ മലയാറ്റൂർ അവൾക്കൊരു ജ്വല്ലറി ഇനോഗ്രേഷൻ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കണം. നമ്മളൊക്കെ ഈ പറഞ്ഞ ഞാനാണെങ്കിലും നിങ്ങളൊക്കെ ആണെങ്കിലും വിവാഹം കഴിഞ്ഞിട്ട് 1 മാസം ജോലിയിൽ നിന്ന് അവധി എടുത്ത് പറ്റുവാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള കറക്കം അല്ലേ, ഹണിമൂൺ, അതിനൊക്കെ പോകാൻ സമയം ചെലവഴിക്കുമ്പോൾ അവൾ വീണ്ടും അവളുടെ തൊഴിൽ ട്രിവാൻഡ്രത്തുനിന്ന് അവൾക്ക് നാളെ എറണാകുളത്തേക്ക്, ഇന്ന് തന്നെ എറണാകുളത്ത് എത്തിയിട്ടുണ്ടാവും. അവൾ അത്രയും ട്രാവൽ ചെയ്ത് അവൾ അടുത്ത തൊഴിലിടത്തിലേക്ക് പോവുകയാണ്. റെസ്റ്റ് എടുക്കാതെ, വിശ്രമം എടുക്കാതെ. അവളുടെ ജീവിതത്തിൽ മംഗളകർമ്മം നടന്നു. അതിനെ തുടർന്ന് സന്തോഷകരമായിട്ടുള്ള പല മൊമെൻറ്റ്സും അവൾ മാറ്റിവെച്ചതിന് ശേഷം അവൾ വീണ്ടും തൊഴിൽ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ തൊഴിൽ ഇല്ല എന്നൊരാളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള, അതായത് നിനക്ക് വല്ല ജോലിയുമുണ്ടോ എന്ന് ചോദിക്കുന്നത് വളരെ തരം താഴ്ന്ന ഒരു ചിന്താഗതിയുടെ ഭാഗമാണ്, ഒരു ലക്ഷണമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പം അച്ഛൻ, അതായത് കല്യാണ ഫോട്ടോയിൽ അച്ഛൻ കാലുമേ കാല് കയറ്റി വെച്ചാൽ നിങ്ങളുടെ കാലിൻ്റെ മുകളിലൊന്നുമല്ലോ കാല് കയറ്റി വെച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ മുകളിൽ, അതും വിവരമുള്ളവർക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതായത് ആ കാലുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ്. ഫോട്ടോഗ്രാഫർ ഓഫ് കോഴ്സ് പറഞ്ഞിട്ടുണ്ടാവും കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെക്കുക വെച്ചാന്ന് പറഞ്ഞപ്പോൾ പുള്ളിയെ കറക്റ്റ് പൊസിഷൻ അല്ല ഇരിക്കുന്നത്, എങ്ങനെയോ കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആ ചരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ അങ്ങോട്ട് സഹിച്ചില്ലേ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഒരു 5-6 ഫോട്ടോ അങ്ങനെ എടുക്ക്, വീട്ടിൽ ആരെങ്കിലും കൊണ്ട് കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ച് ഫോട്ടോ എടുക്ക്. അപ്പം കുറച്ച് അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആവും. അല്ലാതെ ഇനിയിപ്പം വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പം നമ്മളെല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഘോരം സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഴുക്ക് പിടിച്ച വൃത്തികെട്ട കുറേ കാര്യങ്ങൾ അറിയാതെ പുറത്തു വരുന്നുണ്ട് എന്നൊരു കാര്യം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിലായോ? അതായത് പുരുഷ മേധാവിത്വം എന്ന് പറഞ്ഞ് ഒരു സ്ത്രീക്ക് വേണ്ടി സംസാരിച്ചാൽ ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി പറയണം നിൻ്റെ ജോലി ജോലിയല്ല, നീ വേറെ ജോലിക്ക് പോകാൻ. അപ്പം അതൊരു നല്ല കീഴ്വഴക്കമല്ലല്ലോ സഹോദര എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത്തരുണത്തിൽ.